പാർലമെന്റ് ആക്രമണം, 2002 അക്ഷർധാം ആക്രമണം, മുംബൈ അറ്റാക്ക്, ഉറി, പുൽവാമ, ഇതെല്ലാം കാണിച്ചിട്ട് ഇതിന്റെ തുടർച്ചയിലാണ് കഴിഞ്ഞ ഏപ്രിൽ 22-ന് പുൽവാമയിൽ അതിഹീനമായ കൊലപാതക പരമ്പര ഉണ്ടാവുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി, എന്ന് വെച്ചാൽ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ 2001 മുതൽ 2025 വരെ തുടർച്ചയായി ഇന്ത്യ അക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പാക് ഒക്കുപൈഡ് കാശ്മീരിലും പഞ്ചാബ് പ്രൊവിൻസിലുമൊക്കെയുള്ള, കൃത്യമായും പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ 4 പ്രദേശം മുതൽ ഇവിടെ ബഹവൻപൂർ വരെയുള്ള കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ടെറർ ക്യാമ്പുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെറർ ക്യാമ്പുകളെയാണ് ഇന്ന് സൈന്യം അഡ്രസ് ചെയ്തത്. അതില് സിയാൽകോട്ടിലെ ഹിസ്ബുൾ മുജാഹിദീന്റെ ക്യാമ്പ്, മഹ്മൂന ജോയ ക്യാമ്പ് തകർത്ത് കളഞ്ഞു. അതുപോലെ ഹാഫിസ് സയ്യിദ്, അദ്ദേഹം ലഷ്കർ ഇ തൈബയുടെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി കേന്ദ്രമാണ് മർക്കസ് തൈബ. അത് മുരിക്ക് പാക് ഒക്കുപൈഡ് കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. 2008 മുംബൈയിൽ ആക്രമണം, അജ്മൽ കസബിന് പരിശീലനം കൊടുത്തത്, അതുപോലെ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിക്ക് പരിശീലനം കിട്ടിയതൊക്കെ ഈ ക്യാമ്പിൽ നിന്ന്. അത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അത് പൂർണ്ണമായിട്ടും ഇന്ത്യ തകർത്തു. അതുപോലെ മർക്കസ് സുബാനുള്ള, അത് ബഹവൽപൂരിലാണ്, പഞ്ചാബിലാണ്. മസൂദ് അഷറിന്റെ കേന്ദ്രമാണ്, അതും തകർത്തു. ഇങ്ങനെ വിവിധ ടെററിസ്റ്റ് ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണം വളരെ പ്രിസൈസ് ആണ്. അത് കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനിട്ട പേരും വളരെ പ്രസക്തമാണ്, ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കുന്ന ഒരു ആക്രമണമാണല്ലോ ഉണ്ടായത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊല്ലുക, മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കശാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം എന്നാൽ എന്നെ കൂടെ കൊന്നിട്ട് പോകുമെന്ന് വിലപിക്കുന്ന സ്ത്രീയോട് പോയി മോഡിയോട് പറയൂ ഞങ്ങളെന്താ ചെയ്തത് എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നുപോയ ഭീകരരാണ്. അവർക്ക് മറുപടി കൊടുത്തിട്ട് അത് ലോകത്തോട് വിളിച്ചു പറയുന്നത് 2 സ്ത്രീകളാണ്.